നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയ ഉടൻ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം അൺബാഗ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അതിൽ കുറച്ച് കാഷ്യൂസ് വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബദാമുണ്ട്, കുറച്ച് കുരുമുളക് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡേറ്റ്സ് ഉണ്ട്, പിന്നെ കുറച്ച് വീട്ടിലുണ്ടാക്കിയ നെയ്യുണ്ട്, നെല്ലിക്ക അച്ചാറും ഉണ്ട്, പിന്നെ കുറച്ച് മസാല കടലയുണ്ട്, കൈപ്പൊക്കെ കൊണ്ടാട്ടം ആക്കിയതുണ്ട്, അതുപോലെ തന്നെ വീട്ടിലെ കരിവേപ്പിലയുണ്ട്, വീട്ടിൽ നിന്നുണ്ടാക്കിയ ചീരയുണ്ട്. ഇതെല്ലാം അച്ഛനും അമ്മയും കൂടി പാക്ക് ചെയ്ത് തന്നതാണ്. പിന്നെ ഇത് മേമ കൊണ്ടുവന്ന വെള്ളരിയുണ്ട്, അതുപോലെ തന്നെ വീട്ടിലുണ്ടായ കുരുമുളക് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചുക്ക് കാപ്പിയിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കാമല്ലോ. പിന്നെ കുറച്ച് വീട്ടിൽ പൊടിപ്പിച്ചെടുത്ത മുളക് പൊടിയുണ്ട്. ഇത് ചാൻ്റെ ബാഗ് നമ്മൾ അൺബാഗ് ചെയ്യുന്നതാണ്. കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇത് കിണ്ണത്തപ്പം കണ്ണൂരിലെ സ്പെഷ്യൽ സാധനമാണ്. പിന്നെ മാസ്ക് വാങ്ങിയിട്ടുണ്ട്. മാസ്ക് ഇവിടെ ഭയങ്കര വിലയാണ്, അതുകൊണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് വരാറ്. നാട്ടിൽ ചാൻ്റെ ബ്രദറിൻ്റെ വൈഫും വന്നിട്ടുണ്ട്. അവർ ഗൾഫിലാണ്. അപ്പോൾ അവർ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഡ്രൈ ഫ്രൂട്ട് മിക്സും പിന്നെ രണ്ടാക്കും പെർഫ്യൂമും. പിന്നെ ചാന് ബാഗി മോഡൽ ഒരു ടീഷർട്ട് ഉണ്ട്, ആർട്ട് എന്നുള്ള എഴുതിയിട്ടൊരു വെറൈറ്റി സാധനം. പിന്നെ എംബ്രോയ്ഡറിഡ് ഷർട്ടും ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ ബാത്ത് ആൻഡ് ബോഡി കെയറിന് വേണ്ടിയിട്ടുള്ളൊരു സെറ്റും എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം അവസാനം ഒരു സ്പെഷ്യൽ സാധനം വെച്ചാൽ പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് അതും കൂടി കിട്ടി. കുറേ പ്രാവശ്യം ഇത് ടേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യം അവരത് കൊണ്ടുവന്നു. ഏതായാലും രണ്ട് സൈഡിൽ നിന്നും ഇഷ്ടംപോലെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് പുറത്തു പോയ ആൾക്കാർ ഇതുപോലെ നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇതുപോലെ കുറേ സാധനങ്ങളായിട്ടാണ് വരുക അല്ലേ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു.